നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ആദ്യ കളിയിൽ FC ബാഴ്സലോണ മൊണോക്കോയോട് തോറ്റല്ലോ. ആ തോൽവിക്ക് പ്രധാന ഉത്തരവാദി ആരാണെന്ന് ചോദിച്ചാൽ കണ്ണുമടച്ച് ആരും പറയും അത് മാർക്ക് ആന്ദ്രേ ടെർ സ്റ്റെഗനാണെന്ന്. 10ാമത്തെ മിനിറ്റിൽ തന്നെ ബാഴ്സലോണ 10 പേരായിട്ട് ചുരുങ്ങാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ മോശം ഡിസിഷനാണ്. അദ്ദേഹത്തിലേക്ക് എത്തിയ പന്ത് പാസ് ചെയ്ത് കൊടുക്കാൻ രണ്ടു ഭാഗത്തും ഫ്രീ ആയിട്ട് ആളുകൾ ഉള്ളപ്പോഴാണ് എറിക് ഗാർഷ്യക്ക് കൊടുക്കുന്നത്. ഗാർഷ്യ മാർക്ക് ചെയ്ത് നിൽക്കുകയായിരുന്നു. മറ്റൊരു മാർഗവുമില്ലാതെയാണ് മിനാമിനോയെ ഗാർഷ്യ ഫൗൾ ചെയ്യുന്നതും റെഡ് കാർഡ് വാങ്ങി പുറത്തേക്ക് പോകുന്നതും. മാത്രമല്ല ചില സേവുകളൊക്കെ മികച്ച രൂപത്തിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും വന്ന ഗോളുകളുടെ ഘട്ടത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രകടനം ഒന്ന് നോക്കുക. ഒന്ന് അനങ്ങാൻ പോലും പറ്റിയില്ല ആദ്യ ഗോളിന്. രണ്ടാമത്തെ ഗോൾ അദ്ദേഹത്തിന് തടയാമായിരുന്നു, പന്തുമായിരുന്നു. അപ്പോൾ വലിയ രൂപത്തിൽ അദ്ദേഹത്തിനെതിരെ ആരാധക രോഷം ഉയരുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. എന്നാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോമഡി ആയിട്ടുള്ളൊരു കാര്യം, ബാഴ്സലോണ താരങ്ങളിൽ ഏറ്റവും അധികം മികച്ച റേറ്റിംഗ് സോഫ സ്കോർ കൊടുത്തിരിക്കുന്നത് മാർക്ക് ആന്ദ്രേ ടെർ സ്റ്റെഗനാണ്. 8. ഫുട് മോബ് കൊടുത്തത് 7.7. വാവ്, കോമഡിയായി തോന്നുന്നില്ലേ? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അവർ കുറേ സ്റ്റാറ്റിസ്റ്റിക്സും മറ്റുമൊക്കെ വെച്ചുകൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന റേറ്റിംഗ് ആണ്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ ബാഴ്സലോണ ടീമിനെ വളരെ വിശദമായിട്ട് ഫോളോ ചെയ്യുന്ന, അവരുടെ കളികളൊക്കെ വിശകലനം ചെയ്യുന്ന BU കൊടുത്തിട്ടുള്ള റേറ്റിങ്ങിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. BUവിൽ മാർക്ക് ആന്ദ്രേ ടെർ സ്റ്റെഗന് കൊടുത്തിരിക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 4. എന്നിട്ട് അവരതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്, 4 ബിഗ് സേവുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പ്രധാനമായും ഇൻസൈഡ് ദി ബോക്സിൽ നിന്ന് ഫസ്റ്റ് ഹാഫിലൊക്കെ മികച്ച സേവുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്, സംശയമില്ല. പക്ഷേ മൊണോക്കോക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുത്തതും ഇതേ ടെർ സ്റ്റെഗൻ തന്നെയാണ്. എറിക് ഗാർഷ്യ സെൻഡ് ഓഫ് ചെയ്യപ്പെട്ടതും ബാഴ്സലോണക്ക് ഡിസഡ്വാൻറ്റേജ് ഉണ്ടാക്കിയതും അദ്ദേഹത്തിൻ്റെ തെറ്റായ തീരുമാനമായിരുന്നു. അതുപോലെ കളി 60 മിനിറ്റിലേക്കൊക്കെ എത്തിയ ഒരു ഘട്ടത്തിൽ ബോൾ അദ്ദേഹം പഞ്ച് ചെയ്ത് അകറ്റാൻ വേണ്ടി ശ്രമിച്ചത് ഓൾമോസ്റ്റ് സ്വന്തം വലയിലേക്ക് കയറുന്ന തരത്തിലുള്ള പഞ്ചായിരുന്നു. മാത്രമല്ല വാസ് അൺകൺവിൻസിങ് വിത്ത് ഹിസ് സേവ്സ് ഫ്രം മോസ്റ്റ് പാർട്സ് ഓഫ് ദി ഗെയിം. ഗെയിമിൽ പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിൻ്റെ സേവുകൾ അൺകൺവിൻസിങ് ആയിട്ടുള്ള രൂപത്തിലായിരുന്നു. ഇൻ മെനി വേയ്സ് ദി മാൻ ഈസ് സോൾലി റെസ്പോൺസിബിൾ ഫോർ സെൻഡിങ് ദി ടീം ടു എ ഡിസഡ്വാൻറ്റേജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെ BU വിലയിരുത്തുന്നത്. 4 മാത്രമാണ് ടെർ സ്റ്റെഗന് കൊടുത്തിരിക്കുന്ന റേറ്റിംഗ്. അതാണ് കൃത്യമായ റേറ്റിംഗ് എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.